ഹലോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ, ഇന്ന് രാവിലെ കിച്ചു ഒരു ലൈവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു ആൾ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതില് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് എന്തൊക്കെ വരും എന്ന് എനിക്ക് അറിയില്ല, ചിലപ്പോൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വാർത്ത വരെ വന്നേക്കാമെന്ന്. അതൊരു ഫ്ലോയിൽ പറഞ്ഞതാണെങ്കിലും കാര്യം നിസ്സാരം പ്രശ്നം ഗുരുതരം എന്ന് പറയും പോലെ ആ ഒരു കാര്യം എന്തുകൊണ്ടായിരിക്കും കിച്ചു ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എറിഞ്ഞത്? അപ്പൊ അതിനെക്കുറിച്ച് വിലയിരുത്താനും, പിന്നെ മെനിങ്ങാന്ന് രേണു സുധി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഋതുവിനെയും കിച്ചുവിനെയും തമ്മിൽ തെറ്റിച്ചു എന്നും പറഞ്ഞു. കിച്ചുവും പറഞ്ഞു ഇനി ഋതുവിനെ കാണാൻ പറ്റുമോ എന്ന്. അപ്പൊ ഈ കോമൺ ആയിട്ട് ഋതു എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നും കൂടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ കമന്റ്സ് എല്ലാം ഞാൻ വായിക്കാറുണ്ട്, ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇറങ്ങാം ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇത്ര ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്, ഇപ്പം ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടാടൊപ്പം അപ്പൊ നിൽക്കുക. എന്തുകൊണ്ടായിരിക്കും കിച്ചു അത് പറഞ്ഞത്? കിച്ചു പറഞ്ഞത് ഒരു ഫ്ലോയിൽ പറഞ്ഞു, അതായത് കാര്യം നിസ്സാരം പ്രശ്നം ഗുരുതരം എന്ന് പറയും പോലെ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണെങ്കിലും ആ പറഞ്ഞതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ രേണു സുധിക്ക് ദേഷ്യം വന്ന രേണു സുധി ഡബിൾ മീനിങ്ങിലാണ് ആൾക്കാരെ വഴക്ക് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് അത് നോക്കിയപ്പോൾ വിലയിരുത്തിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. KTDC അവരുടെ വീട് വെച്ചു കൊടുത്ത ഫിറോസിക്കയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ രേണു ഫിറോസിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു മറുപടി ഈ അടുത്തിടെ കൊടുത്തതാണ്. അത് ഞാനൊന്ന് വായിക്കാമേ. ഞാൻ ഇന്ന് വരെ ഇക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇത് കേട്ടിട്ടും തിരിച്ചൊന്നും വിളിക്കാത്തത് എൻ്റെ സംസ്കാരം. ഞാനൊന്നും മറക്കത്തില്ല, ഇക്കയും ഒന്നും മറക്കാതിരുന്നാൽ ഇക്കയ്ക്ക് കൊള്ളാം എന്നാണ് രേണു ഫിറോസിനെതിരെ പറഞ്ഞത്. ഇതില് അന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്ത ഒരുപാട് പേര് കളിയാക്കി ഒരു തമാശ രൂപേണ ചോദിച്ചു, ഫിറോസിക്ക എന്താണ് രേണുവായിട്ടൊക്കെ ഉള്ളതെന്ന്. അന്ന് ഈ ഫിറോസിക്ക തന്നെ ഒരു റിപ്ലൈ ആയിട്ട് വന്നു, ഞാനും അവരും തമ്മിൽ അങ്ങനെ ഒരു കുലിസിത ചാറ്റോ അങ്ങനെ ഒന്നുമില്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, അത് വീട് വെക്കുന്ന സമയത്തുള്ള ഒരു ചാറ്റാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഡബിൾ മീനിങ്ങിലാണ് എന്താ ചെയ്യുന്നത് രേണു സുധി പറയുന്നത്. ഇനി പള്ളിയിൽ അച്ഛനെ എതിർത്ത് വന്ന സമയത്ത് രേണു സുധി പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, തിരുവസ്ത്രം ഇട്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അന്നും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ്, അതെന്താ പള്ളിയിൽ അച്ഛൻ വേറെ കല്യാണം കഴിച്ചോ, പള്ളിയിൽ അച്ഛൻ എന്താ ഭാര്യയും കുട്ടികളും ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ രേണു സുധി എന്ത് പറഞ്ഞാലും ഒരു ഡബിൾ മീനിങ്ങിലാണ് പറയുന്നത്. അത് കിച്ചുവിനറിയാം. വീട്ടിൽ ഇപ്പൊ പൊതു സ്ഥലത്ത് വന്ന് ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് രേണു സുധി അത് പറയണമെങ്കിൽ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. സുധിച്ചേട്ടനും രേണു സുധിയും തമ്മിൽ വഴക്ക് കൂടുമ്പോഴും അങ്ങനെ ആയിരിക്കും. കാരണം സുധിച്ചേട്ടൻ 2-3 കല്യാണം മുന്നേ കഴിച്ചതാണ്, 2 കല്യാണം മുന്നേ കഴിച്ചതാണ്. അപ്പൊ രേണു സുധിക്ക് ട്രിഗറായ രേണു സുധി ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും ആൾക്കാരുടെ വാ അടപ്പിക്കാൻ നിർത്തുന്നത്. ആ സമയത്ത് കിച്ചുവിനും ഒരു പക്ഷേ ഒരു റിലേഷൻഷിപ്പോ അഫെയറോ ഉണ്ടായിരിക്കാം. അപ്പോഴും രേണു സുധിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത്തരത്തിലായിരിക്കാം പറയുന്നത്. അത് മുന്നിൽ കണ്ട് തന്നെയാണ് കിച്ചു അത് പറഞ്ഞത്. പിന്നെ അറിയില്ല, പിന്നെ കിച്ചുവിന്റെ ലഹരി ഉപയോഗിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പൊ ആ ലഹരി ഉപയോഗിക്കുന്നു എന്ന് വരുമ്പം ഒരു പീഡനം സ്വാഭാവികമായിട്ടും വരുമല്ലോ. ബോധമില്ലാതെ നടക്കുന്ന സമയത്ത് ഒരു പെണ്ണ് പിടിയും കൂടി ഓഫറായിട്ട് കിട്ടുമല്ലോ. ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. അവനാണ് അവന്റെ അമ്മയെ അറിയാന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവൻ പറഞ്ഞത്. ഞാനിത് ഈ വിഷയം ഇങ്ങനെ സംസാരിക്കാൻ കാരണം മിക്ക യൂട്യൂബേഴ്സും അവന്റെ അമ്മയെ അറിയാം അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമെങ്കിലും 1-2 യൂട്യൂബേഴ്സ് പറഞ്ഞു കിച്ചുവിന്റെ പ്രായം 10-21 വയസ്സാണ്, അവൻ എന്തിനത് പറഞ്ഞു, അവന് 10-34 വയസ്സായിരുന്നെങ്കിൽ അവനത് പറയാം, ഇത് അവൻ പക്വതയില്ലാതെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഞാനത് മനസ്സിലാക്കിയ ഒരു കാര്യം, കിച്ചുവും രേണു സുധിയും തമ്മിലുള്ള ആകെയുള്ള ഒരു ബന്ധം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയും അതുപോലെ ഋതപ്പനുമാണ്. ഈ രണ്ടും മാത്രമേ ഇവർ തമ്മിലുള്ള ഒരു ചാനലുള്ളൂ. മനസ്സിലായോ? ഒരു മാധ്യമം ബന്ധങ്ങളുടെ. രേണു സുധി ഒരു കുഞ്ഞായിട്ടല്ല കല്യാണം കഴിച്ചത്. രേണു സുധി കല്യാണം മുമ്പ് കഴിച്ചിരുന്നെങ്കിലും പുള്ളിക്കാരിക്ക് കുഞ്ഞുമില്ല, ഒന്നുമില്ല. പക്ഷെ സുധിച്ചേട്ടൻ അങ്ങനെയല്ല. സുധിച്ചേട്ടൻ ഒരു കുഞ്ഞുണ്ട്. അപ്പൊ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രേണു സുധിക്ക് എന്ത് വരും? ഒരു പൊസസീവ്നെസ് വരും, ഇല്ലേ, ഭർത്താവിന്റെ കൂടെ. പക്ഷെ നമ്മുടെ സുധിച്ചേട്ടന് പൂർണ്ണമായിട്ടും രേണു സുധിയോട് ഒരു പൊസസീവ് കാണിക്കാൻ പറ്റില്ല. കാരണം ഒരു കുഞ്ഞുണ്ട്. ഇപ്പം സുധിച്ചേട്ടനാണ് അവിടെ ഉത്തരവാദിത്വം കൂടുതലും. കുഞ്ഞിനെ തൃപ്തിപ്പെടുത്തണം, രേണുവിനെ തൃപ്തിപ്പെടുത്തണം. രേണുവിന് സുധിച്ചേട്ടനെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതി.
ഭയങ്കര സ്നേഹത്തിൽ തന്നെയായിരിക്കാം കിച്ചുവും രേണുവും തമ്മിൽ ആദ്യകാലങ്ങളിൽ. പക്ഷെ പിന്നെ പിന്നെ പോകും വഴി ഒരുപാട് ആൾക്കാർ പറഞ്ഞു കൊടുക്കും, നിന്നെ ശ്രദ്ധിക്കില്ല, സ്നേഹം കിച്ചുവിനോടാണ്, കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് മാറുന്ന ക്യാരക്ടറാണ് രേണുവിന്. അത് രേണുവിന്റെ ഫ്രണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്, രേണുവിനോട് ഞാൻ പറഞ്ഞു കൊടുത്താൽ കേൾക്കും. രേണുവിനെ ഒരാൾ നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ രേണു ആ സമയത്ത് നെഗറ്റീവായിട്ട് പ്രതികരിക്കും. രേണുവിന് നിന്നെക്കുറിച്ച് പോസിറ്റീവാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ രേണു ആ സമയത്ത് ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ടായിരിക്കാം പറയുന്ന. പുള്ളിക്കാരി മേലും കീഴും നോക്കൂല, ചിന്തിക്കത്തില്ല. അപ്പൊ പുള്ളിക്കാരിയുടെ മനസ്സ് ആ പ്രായമാണ്, 10-23 വയസ്സേ ഉള്ളൂ ആ പ്രായം രേണു സുധിക്ക്. അപ്പൊ ആൾക്കാർ പറയുമ്പോൾ രേണു സുധി എന്ത് ചെയ്യും, പതുക്കെ ആ ലൈഫിൽ നിന്ന് കിച്ചുവിനെ മാറ്റാൻ ശ്രമിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ ശത്രുവായാൽ നമുക്ക് ആ വ്യക്തി ചെയ്യുന്നത് എല്ലാം കുറ്റമായിരിക്കും. അത്രയും സ്നേഹിച്ച രേണുവിന് കിച്ചു ആ സമയത്ത് ശത്രു ആവാൻ തുടങ്ങി. എന്തിനാണ്? സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. രണ്ടാമതൊരു കുഞ്ഞായതും സുധിച്ചേട്ടന്റെ സ്നേഹം പൂർണ്ണമായും രേണുവിന് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. രേണു പറയുന്നുണ്ട്, കിച്ചു പറഞ്ഞിട്ടാണ് രണ്ടാമത് കുട്ടിയായത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഇല്ല, രേണു ആണ് ആ കുട്ടിക്ക് നിർബന്ധം പിടിച്ചിട്ടുണ്ടാവുക. കാരണം സുധിച്ചേട്ടൻ ഇനി കിച്ചുവിന് മാത്രം സ്നേഹം കൊടുക്കുമെന്ന് കരുതി. അപ്പൊ അവിടെ രേണുവും കിച്ചുവും തമ്മിൽ ഒരു ആത്മബന്ധം വരില്ല. രേണുവിനൊരു കുഞ്ഞുണ്ട്, സുധിച്ചേട്ടനൊരു കുഞ്ഞുണ്ട്. എന്നിട്ടാണ് ഇവർ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ രേണുവിനൊരു കമ്മിറ്റ്മെന്റ് വന്നേനെ. സുധിച്ചേട്ടന്റെ കുഞ്ഞിനെ നോക്കിയാലേ സുധിച്ചേട്ടൻ എന്റെ കുഞ്ഞിനെ നോക്കുള്ളൂ. ഇവിടെ ആ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് കിച്ചു ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയത്. അതുകൊണ്ടാണ് കിച്ചുവിന്റെ അച്ഛന് കിച്ചുവിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നത്. കാരണം ആ വ്യക്തി രണ്ട് വ്യക്തികളേക്കും ഇടയിൽ കിടന്ന് ഇതായി പോയതാണ്, നിന്ന് പോവേണ്ടി വന്നതാണ്. പിന്നെ രേണുവിന്റെ സ്വഭാവം അറിയാം. രേണുവിന് ദേഷ്യം വന്നാൽ രേണു മേലും കീഴും നോക്കത്തില്ല. രേണുവിന് ട്രിഗർ ആയി കഴിഞ്ഞാൽ രേണു പിന്നെ പറയുന്ന കാര്യത്തിന് കണ്ണും പൂട്ടി രേണു പറയും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, രേണു കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ ഈ വിവാദങ്ങളോട് പ്രതികരിക്കുന്നില്ല, ഇനി ഈ വിവാദത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം, ഞാൻ അപ്പം സംസാരിക്കും, മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കില്ല എന്ന്. അതേ സമയത്ത് തന്നെ ഒരു 1 അവർ കഴിഞ്ഞപ്പോൾ അടുത്ത വീഡിയോ ഇട്ടു, ഷഫീന ബീവി ചേച്ചിയെ വെല്ലുവിളിച്ചതുകൊണ്ട്, നീ ആരാടി, എൻ്റെ ഗുരു പൊട്ടിയില്ല, എൻ്റെ ഗുരു പൊട്ടിയെന്ന് വിചാരിച്ചോ എന്നും പറഞ്ഞ് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അത് കേൾക്കുമ്പോഴേ അറിയാം 3 ഗുരു ഒത്തുപൊട്ടി രേണുസുതി പ്രതികരിച്ചതാണെന്ന്. രേണുസുതിക്ക് ദേഷ്യം വന്നാൽ രേണുസുതി പറയുന്നത് കേട്ട മറ്റേ തെങ്ങിന്നൊരു പൂക്കൊലയും കൂടെ എടുത്തു കൊടുത്താൽ രേണുസുതി അവിടെ തുള്ളും. അത് ഈ കുട്ടിക്ക് അറിയാം. പിന്നെ കഴിഞ്ഞ ദിവസം രേണുസുതിയുടെ വീഡിയോയിൽ ഒരു അമ്മച്ചി വന്നിരുന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് കഞ്ചാവാണെന്ന്. അത് രേണുസുതി എതിർക്കുന്നില്ല. കാരണം രേണുസുതിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. രേണുസുതി നോക്കുന്നത് രേണുസുതി അടിപൊളിയാണോ, നല്ലതാണോ, എന്നാൽ പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് പറഞ്ഞു. അതിൽ സുധിച്ചേട്ടനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതൊന്നും രേണുസുതിക്ക് ഒരു സബ്ജക്റ്റ് അല്ല. അവിടെ രേണുസുതി നല്ലതാണോ എന്നുള്ളതാണ് എൻഡ് രേണുസുതി നോക്കുന്നത്. അത് കിച്ചുവിന് അറിയാം. അപ്പൊ രേണുസുതി എന്തും പറയും, അതും കിച്ചുവിന് അറിയാം. അതുകൊണ്ടാണ് കിച്ചു വന്ന് പറഞ്ഞത് ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേ എന്നുള്ളത്. പിന്നെ രണ്ടാമത് ഋതപ്പൻ എന്ന് പറയുന്ന ആളും കൂടി ഇതിലേക്കുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കിച്ചുവിന്റെ രക്തബന്ധം എന്ന് പറയുന്നത് ഋതപ്പനാണ്. കിച്ചു വളരെ അവന്റെ ഡൗൺ ആയ സ്റ്റേജിൽ, ആ ഒരു മുറിയിൽ അടച്ചിരുന്ന സ്റ്റേജിൽ കിച്ചുവിന് കുറച്ചെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് വന്നത് ഋതപ്പനാണ്. അവനാണ് കിച്ചുവിന്റെ മടിയിലിരിക്കുകയും കുറച്ച് കമ്പ്യൂട്ടറിലൊക്കെ കളിപ്പിക്കുകയും ചെയ്തത്. പിന്നെ ഏത് വീഡിയോ എടുത്താലും നമുക്ക് മനസ്സിലാവും ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടി കിച്ചു വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കിച്ചുവും ആ കുട്ടിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അത് രേണുവിനറിയാം. രേണുവിനറിയാം. ഋതപ്പന്റെ അടുത്ത് ഇഷ്ടമുള്ളത് കൊണ്ട് കിച്ചു ഇതൊന്നും വിളിച്ച് പറയില്ലെന്നായിരുന്നു രേണു വിചാരിച്ചിരുന്നത്. പക്ഷെ കിച്ചു അതിൽ തന്നെ പറയുന്നുണ്ട്, കൂട്ടുകാരന്റെ അമ്മമാരുടെ ഫേസ് നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, അവൻ ആ രണ്ടും കൽപ്പിച്ച് അവൻ വിളിച്ച് പറയേണ്ടി വന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ പണം എന്ന് പറയുന്നതും രേണുസുതിയുടെ വീക്ക്നെസ് ആണ് പണം. അതുകൊണ്ടാണ് രേണുസുതി ഇനാഗുറേഷൻ ഉണ്ട്, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നുണ്ട്, ആൽബത്തിൽ അഭിനയിക്കുന്നുണ്ട്, പോരാഞ്ഞിട്ട് ഒരു സബ്സ്ക്രിപ്ഷനും കൂടി രേണുസുതി എടുത്തു വച്ചിരിക്കുന്നത്. പൈസ എന്ന് പറയുന്നത് രേണുസുതിയുടെ വീക്ക്നെസ് ആണ്. അതുകൊണ്ടാണ് രേണുസുതി പൈസ കൊടുത്ത് കിച്ചുവിനെ നിർത്തിയത്. കാര്യം രേണുസുതി വിചാരിക്കും പൈസ കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ഹാപ്പി ആവുന്നത് പൈസയിലാണെന്ന്. അപ്പോൾ എന്ത് ചെയ്തു രേണുസുതി, അതുകൊണ്ടാണ് ഇവന്റെ കണക്കുകൾ പുറത്തുവിട്ടത്, ചെലവിന് കൊടുത്ത കണക്കുകൾ വരെ പുറത്തുവിട്ടത്. പക്ഷെ ഈ പൈസ എന്നുള്ളത് ചിലപ്പോൾ ഇവന്റെ ചിലവിന് വേണ്ടി, ഈ കുട്ടിയും ചെലവിന് വേണ്ടി പൈസ തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ അവന്റെ പ്രായം 23 22-23 വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ കുട്ടിയുടെ ചിന്തകൾ മാറാൻ തുടങ്ങി. ഒരു 17-18 വയസ്സിൽ ചിന്തിച്ച കുട്ടിയല്ല ഇപ്പൊ. അപ്പൊ അവൻ എന്ത് ചെയ്യും, അവന് കുറച്ചും കൂടെ തിരിച്ചറിവ് വന്നു. അവൻ വിചാരിച്ചു ഈ പൈസ തന്ന് നിർത്തുന്നത് കൊണ്ടും ഋതപ്പൻ എന്ന് പറയുന്ന മാധ്യമം അവിടെ ഉള്ളത് കൊണ്ടും ഇവനൊന്നും പറയാൻ പറ്റിയിട്ടില്ല. ഇവർ രണ്ടും കൽപ്പിച്ചു പറഞ്ഞതാണ്.
അതും ഇവൻ പറയുന്നുണ്ട്. രേണു തന്നെ 2 ദിവസം മുമ്പേ ഇട്ടു, ഋതപ്പനും കിച്ചുവും തമ്മിലുള്ള ബന്ധം പോലും ഇല്ലാതായി എന്ന് പറഞ്ഞിട്ട്. ഋതപ്പൻ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഋതപ്പന് മനസ്സിലാവുന്ന ഒരു പ്രായമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ കിച്ചു സമൂഹ മാധ്യമത്തിൽ വന്ന് പറഞ്ഞ കാര്യത്തിനെ ഋതപ്പൻ വിലയിരുത്തുന്ന പ്രായം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രേണുസുതി അവിടെ ഋതപ്പനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഋതപ്പനും കിച്ചുവും തമ്മിലുള്ള ബന്ധം നിന്നു എന്ന് പറഞ്ഞിട്ട് കിച്ചുവും പറയുന്നുണ്ട്, ഇനി എനിക്ക് ഋതപ്പനെ കാണാൻ പറ്റുമോ എന്നറിയില്ല. കാര്യം രേണുസുതി ഇനി കാണിച്ചു കൊടുക്കത്തില്ല. രേണുസുതിക്ക് അറിയാം ഇവന്റെ ഏക ഇങ്ങോട്ടുള്ള വരവ്, ഇവന്റെ ഒരു വീക്ക്നെസ്സും എന്താണ്, നമ്മുടെ ഋതപ്പനും കൂടിയാണ്. അപ്പൊ രേണുസുതി അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പം ഇവൻ കാണാൻ വന്നേ പറ്റൂ. അവൻ ഇവനെയും കാണാൻ പറ്റത്തില്ല, ഋതപ്പന് കിച്ചുവിനെയും കാണാതിരിക്കാൻ പറ്റത്തില്ല, കിച്ചുവിന് ഋതുവിനെയും കാണാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം രേണുസുതിക്ക് അറിയാം കിച്ചു വരും. അപ്പൊ രേണുസുതി കുറേ വാഗ്ദാനങ്ങളും കുറേ കാര്യങ്ങളൊക്കെ വച്ചിട്ടായിരിക്കും കിച്ചുവിനെ കയറ്റുന്നത്. അതും കിച്ചുവിനെ അറിയാം, രേണു അതും മുതലെടുക്കും എന്നറിയാം. അതുകൊണ്ടാണ് കിച്ചു ഓൾറെഡി തന്നെ പറഞ്ഞത്. കാരണം ഇനി കുറേ വീഡിയോസിൽ ചിലപ്പോൾ കോട്ടയത്ത് പോകുന്ന വീഡിയോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോഴും ആൾക്കാർ ചോദിക്കും പ്രശ്നമായോ എന്ന്. ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ആ കുട്ടി ഈ വീഡിയോയിൽ വന്ന് പറഞ്ഞത്. ഇനി എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്, മോനെ നീ തളരരുത്, നീ നന്നായിട്ട് പഠിക്കുക. നീ പഠിക്കേണ്ട സമയമാണ്. പഠിത്തത്തോടൊപ്പം തന്നെ നിനക്ക് നല്ലൊരു കഴിവുണ്ട് പാട്ട് പാടാനുള്ള, അത് നീ വിട്ട് കളയേ ചെയ്യരുത്. നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും പാട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു ട്രൂപ്പിൽ പോയി നീ പാടുക. ഇല്ലെങ്കിൽ നീ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, അത് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും പറഞ്ഞു, നീ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നീ പാട്ട് അതിൽ കൂടി പ്രേക്ഷകരെ കേൾപ്പിക്കുക. നിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരുപാട് പേര് കാണും. അങ്ങനെ നീ ഒരു പാട്ടിന്റെ കാര്യം സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഞാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവും. പിന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം സമൂഹ മാധ്യമത്തിൽ വന്ന് നിന്റെ അമ്മ പറയും പോലെ പറയാതെ നീ അതിനെ പരിഹരിക്കാൻ നോക്കുക. പറ്റിയില്ല, നിനക്കൊരു ഇത് കിട്ടുന്നില്ല, സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ നീ തീർച്ചയായിട്ടും ധൈര്യത്തോടു കൂടി സമൂഹ മാധ്യമത്തിൽ തന്നെ വന്ന് പറയുക. പിന്നെ നിന്റെ എല്ലാവരും കൂടെ ഉണ്ടാവും, നിന്റെ കൂടെ എല്ലാവരും ഉണ്ടാവും. ഇപ്പം നിനക്ക് കിട്ടിയില്ലേ ഇത്രയും അക്സെപ്റ്റൻസ്, അതുപോലെ തന്നെ ഉണ്ടാവും. ഇനി നിന്റെ കൂട്ടുകാരുടെ അമ്മമാരെ നീ ചേർത്ത് വയ്ക്കുക. അവരും നിനക്ക് അമ്മയുടെ സ്ഥാനത്ത് തന്നെ ഉണ്ടാവും. കൂട്ടുകാരെ, നല്ലത് പറഞ്ഞു തരുന്ന കൂട്ടുകാരെ നീ കൂടെ തന്നെ കൂട്ടുക. അപ്പം ഈ ഒരു വിഷയത്തിനെ കുറിച്ച് എനിക്ക് ഇതാണ് പറയാനുള്ളത്. അല്ലാതെ ഞാൻ രേണു പറഞ്ഞ കാര്യങ്ങളും കിച്ചു പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വിലയിരുത്തുമ്പോൾ ആ റിയാക്ഷൻ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോഴും എനിക്ക് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന സബ്ജക്റ്റ്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിച്ചപ്പോൾ ഉണ്ടായത്, അതോ നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഇതിലുണ്ടോ എന്ന് പറയാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.